Hello friends, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വിസ്കോസിറ്റി ആണ്. കേരള PSC സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഓക്കെ, അപ്പൊ എന്താണ് വിസ്കോസിറ്റി? സോ വി നോ ദാറ്റ് സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് വിസ്കോസിറ്റി ഇസ് നത്തിങ് ബട്ട് റെസിസ്റ്റൻസ് ടു ഫ്ലോ. ഓക്കെ, നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് വിസ്കോസിറ്റി എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ലെറ്റ് us assume that you have got 3 fluids. നമുക്ക് വാട്ടർ ഉണ്ട്, ഹണി ഉണ്ട്, ഓയിൽ ഉണ്ട്. ഈ വാട്ടർ, ഓയിൽ ആൻഡ് ഹണി ഇത് മൂന്നും നമ്മൾ ഒരു ജാറിലേക്ക് ഒഴിക്കുകയെന്ന് സങ്കല്പിക്കുക. ഓക്കെ, വാട്ട് ക്യാൻ ബി ഒബ്സർവ്? ഹണി ആയിരിക്കും കൂട്ടത്തിൽ ഏറ്റവും തിക്കർ, ശരിയല്ലേ? അതുപോലെ ഹണി ആയിരിക്കും ഇറ്റ് ഡസ് നോട്ട് ഫ്ലോ വെരി ഈസിലി. ഹണി ആയിരിക്കും ഒഴുകാൻ ഏറ്റവും പാടുള്ളത്. അത് കഴിഞ്ഞ ഓയിലാണ് ഏറ്റവും ഒഴുകാൻ ഏറ്റവും എളുപ്പമുള്ളത്. എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത്? ഈ വ്യത്യാസത്തെ കുറിച്ച് അറിയാനായിട്ട് നമുക്ക് ആദ്യം we know that, say suppose we have got a fluid flowing. നമുക്ക് കുറച്ച് ഫ്ലൂയിഡ് ഒഴുകി പോകുന്ന നമുക്ക് സങ്കല്പിക്കാം. നമ്മൾ അതിൻ്റെ അകത്ത് ഒരു കുറച്ച് പോർഷൻ മാത്രം കട്ട് ചെയ്ത് ഇവിടെ കയറ്റി വെച്ചു. ഓക്കെ, ഈ ഫ്ലൂയിഡ് ഇറ്റ് ഫ്ലോസ് ഇൻ ലെയേഴ്സ്. ഓക്കെ, സോ എവറി ഫ്ലൂയിഡ് ഫ്ലോസ് ഇൻ ലെയേഴ്സ്. അപ്പൊ നമുക്ക് നോക്കുവാണെങ്കിൽ ഇതൊരു ലെയർ ആണ്, ആൻഡ് ദിസ് ലെയർ ഇസ് ഹാവിംഗ് എ വെലോസിറ്റി u. അതിന്റെ തൊട്ട് മേലത്തെ ലെയർ ഇസ് ഹാവിംഗ് എ വെലോസിറ്റി u പ്ലസ് du. അതിന്റെ മേലോട്ട് പോകുമ്പോൾ വീണ്ടും വെലോസിറ്റി കൂടും. അപ്പൊ വെലോസിറ്റി ഫോർ ഈച്ച് ലെയർ ഇസ് ഡിഫറെന്റ്. അതിന്റെ എങ്ങനെയാ മാറുന്നത്? ഏറ്റവും സീറോ വെലോസിറ്റി എന്ന് പറയുന്നത് സർഫസിനോട് ചേർന്നായിരിക്കും. പിന്നെ വെലോസിറ്റി ഗ്രാജുവലി വിൽ ബി ഇൻക്രീസിംഗ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. ഓക്കെ, സോ യു ക്യാൻ സീ ഹിയർ ദിസ് വിൽ ബി u. അതിന്റെ തൊട്ട് മേലത്തെ ലെയർ വിൽ ബി ഹാവിംഗ് എ വെലോസിറ്റി u പ്ലസ് du. ഓക്കെ, പിന്നെ നമ്മളൊരു ഫ്ലൂയിഡ് ലെയറിന് ഒരു മാക്രോ അനാലിസിസ് നടത്തുകയാണ്. അപ്പൊ ലെറ്റ് ദിസ് ബി ലെയർ 1. ഇവിടെ ഒരു ഫസ്റ്റ് ലെയർ ഉണ്ട്. സോ ദിസ് ഇസ് ലെയർ 1. Now this is layer 2. So we have got 2 layers. എല്ലാ ലെയറിലും ഇഷ്ടം പോലെ മോളിക്യൂൾസ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇവർ തമ്മിലുള്ള ഇന്റർമോളിക്കുലർ സ്പേസിംഗ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. പക്ഷെ നമ്മൾ മാക്രോ അനാലിസിസ് നടത്തുന്നത് കൊണ്ടും ഫോർ ദി ഈസ് ഓഫ് എക്സ്പ്ലനേഷൻ വി ആർ പ്രൊവൈഡിങ് ദിസ് മച്ച് സ്പേസ്. ഓക്കെ, ഇനി എല്ലാ മോളിക്യൂൾസിന്റെ ഇടയ്ക്കും ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും, വിച്ച് ഇസ് നോൺ ആസ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ശരിക്കും നമ്മൾ കൊഹഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് കൊഹഷൻ? കൊഹഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫോഴ്സ് ദാറ്റ് ആക്ട്സ് ബിറ്റ്വീൻ സെയിം കൈൻഡ് ഓഫ് മോളിക്യൂൾസ്. അപ്പൊ ഇതിപ്പോ നമ്മൾ ലെറ്റ് us assume that this is water. അപ്പൊ കാണുന്ന എല്ലാം വാട്ടറിന്റെ മോളിക്യൂൾസ് ആണ്. അപ്പൊ ഇതെല്ലാം സെയിം കൈൻഡ് ഓഫ് മോളിക്യൂൾസ് ആണ്. ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സിനാണ് കൊഹഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ലെയർ 1 ഈ മോളിക്യൂളിനെ എടുക്കാം. ലെറ്റ് ദിസ് ബി ഫസ്റ്റ് മോളിക്യൂൾ. ഈ മോളിക്യൂൾ ലെറ്റ് ഇറ്റ് ബി മൂവിംഗ് വിത്ത് എ സ്പീഡ് ഈക്വൽ ടു 9 യൂണിറ്റ്സ്. ഓക്കെ, അപ്പൊ ഈ ലെയറിലെ ബാക്കി മോളിക്യൂൾസ് എല്ലാം 9 യൂണിറ്റ് സ്പീഡിലാണ്. ലെറ്റ് ദ ഫ്ലോ ഇസ് ഹാപ്പനിങ് ഇൻ ദ റൈറ്റ്വേർഡ് ഡയറക്ഷൻ ഓൾസോ. റൈറ്റ്വേർഡ് ഡയറക്ഷനിലാണ് ഫ്ലോ സംഭവിക്കുന്നത്. ലെറ്റ് ലെയർ 1 അല്ലെങ്കിൽ മോളിക്യൂൾസ് ഇൻ ലെയർ 1 ഇസ് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി ഈക്വൽ ടു 9 യൂണിറ്റ്സ്. ഇൻ ലെയർ 2 അതിന്റെ തൊട്ട് മേലത്തെ ലെയറിൽ നമുക്കറിയാം മേലോട്ട് ചെല്ലുമ്പോൾ വെലോസിറ്റി കൂടി. സോ ഹിയർ ലെറ്റ് ദ വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു 10 യൂണിറ്റ്സ്. അപ്പൊ ഈ സെക്കൻഡ് മോളിക്യൂൾസ് അല്ലെങ്കിൽ സെക്കൻഡ് ലെയറിലെ ഈ മോളിക്യൂൾ മൂവ് ചെയ്യുന്നത് 10 യൂണിറ്റ്സിലാണ്. അപ്പൊ ഇനി ലെയർ ആയിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയേ. ഈ ലെയറിലെ എല്ലാ മോളിക്യൂൾസും 9 യൂണിറ്റ് സ്പീഡിൽ പോകുന്നു. ഈ ലെയറിലെ എല്ലാ യൂണിറ്റ്സും 10 യൂണിറ്റ് സ്പീഡിൽ പോകുന്നു. ഇനി ഈ മോളിക്യൂൾ 1ഉം മോളിക്യൂൾ 2ഉം തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അവർ തമ്മിൽ ഒരു നല്ല ബോണ്ട് ഉണ്ട്. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ കൊഹസീവ് ഫോഴ്സ്. അപ്പം ഈ ലെയർ 9 യൂണിറ്റ് സ്പീഡിൽ പോകുന്നു, ഈ ലെയർ 10 യൂണിറ്റ് സ്പീഡിൽ പോകുന്നു. ഈ രണ്ട് ലെയറുകൾ തമ്മിൽ so this intermolecular force of attraction നമ്മൾ ഈ പറയുന്ന സാധനം it is there between every molecule in both the layers, between both the layers. ഈ രണ്ട് ലെയറിലെ എല്ലാ മോളിക്യൂൾസിന്റെ ഇടയ്ക്കും ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു പിടുത്തമുണ്ട്. ഇപ്പൊ മേലത്തെ ലെയർ 10 യൂണിറ്റ് സ്പീഡിലാണ് പോകുന്നത്, താഴത്തെ 9 പോകുന്നുള്ളൂ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ രണ്ട് ലെയറുകൾക്കിടയിൽ ഒരു പിടുത്തം വരും, ശരിയല്ലേ? അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ടു ഫ്ലോ വരും. ആ 10 യൂണിറ്റ് സ്പീഡിൽ അങ്ങോട്ട് ഒഴുകി പോകാൻ പറ്റത്തില്ല. കാരണം എന്താ? താഴത്തെ 9 യൂണിറ്റ് സ്പീഡിൽ പോകുന്ന സാധനം പിടിച്ചൊരു വലിക്കുന്നുണ്ട് പുറകോട്ട്. അതുപോലെ തന്നെ ഇഫ് യു ഹാവ് എ ലെയർ 3, മേലോട്ട് ഒരു ലെയർ ഉണ്ടെങ്കിൽ ദ സെക്കൻഡ് ലെയർ വിൽ ബി എക്സൈറ്റിംഗ് ദിസ് ടൈപ്പ് ഓഫ് എ റെസിസ്റ്റൻസ് ഓവർ ലെയർ 3. അങ്ങനെ എല്ലാ ലെയറുകൾക്കിടയിലും ഒരു റെസിസ്റ്റൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ആ റെസിസ്റ്റൻസ് എന്തുകൊണ്ടാണ്? ബിക്കോസ് ദർ എക്സിസ്റ്റ് ആൻ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ ഓരോ ലെയർ ആയിട്ട് എടുത്ത് അനലൈസ് ചെയ്ത് കഴിയണം. ഓക്കെ, അപ്പൊ ഇതാണ് ഫ്ലൂയിഡിന്റെ ഓരോ ലെയേഴ്സ് ആയിട്ടാണ് നമ്മൾ വരച്ചു വെച്ചേക്കുന്നത്. So let this be layer 1. ലെയർ 1 മൂവ് ചെയ്യുന്നത്
വെലോസിറ്റിയിലാണ്. ലെയർ 2 അതിനേക്കാളും കുറച്ചും കൂടി ഒരു മേളത്തെ ലെയർ ആയതുകൊണ്ട് അതിനേക്കാളും കുറച്ചും കൂടി കൂടിയ വെലോസിറ്റി യു പ്ലസ് ഡി യു വെലോസിറ്റിയിലാണ് അത് മൂവ് ചെയ്യുന്നത്. രണ്ട് സ്പീഡിൽ രണ്ട് ലെയേഴ്സ് ദേ ആർ സ്ലൈഡിങ് ഓവർ ഈച്ച് അതർ, ശരിയല്ലേ? അപ്പൊ നമ്മൾ നമ്മുടെ ഒരു കൈ എടുത്ത് അതിന്റെ മുകളിൽ മറ്റേ കൈ വെച്ചിട്ട് തുറയ്ക്കുന്നത് പോലെ ഇറ്റ്സ് എ സ്ലൈഡിങ് ഫോഴ്സ് അല്ലെങ്കിൽ ഇറ്റ്സ് എ സ്ലൈഡിങ് ആക്ഷൻ. അങ്ങനെ ഒരു സ്ലൈഡിങ് ആക്ഷൻ ഉണ്ടാകുമ്പോൾ തന്നെ എന്താ സംഭവിക്കുന്നത്? ദർ എക്സിസ്റ്റ് എ ഷിയർ സ്ട്രെസ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയത്? A fluid can be assumed to have multiple layers, and between each layer there will be a resistance, and also since both the layers are moving one above the other, there will be a shear stress. അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് നോക്കാം. ഓക്കെ, കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ മനസ്സിലായത്? when two layers of fluid are moving relative to each other, രണ്ട് ലെയർ ഓഫ് ഫ്ലൂയിഡ് when they are moving one over the other, ഒന്നിന്റെ മേളിൽ ഒന്നായിട്ട് പോകുമ്പോഴത്തേക്കിനും ഒരു ഷിയർ സ്ട്രെസ് വിൽ ബി ഡെവലപ്ഡ്, ശരിയല്ലേ? ആ ഷിയർ സ്ട്രെസ് കാരണം എന്താ ഉണ്ടാകുന്നത്? വിച്ച് ഓഫേഴ്സ് റെസിസ്റ്റൻസ് ടു ദ ഫ്ലോ. ഓക്കെ, അപ്പൊ രണ്ട് ലെയറുകൾ ഒന്നിന് മേളിൽ ഒന്നായിട്ട് പോകുന്നു. ഈ രണ്ട് ലെയർ മൂവ് ചെയ്യുമ്പോഴത്തേക്കിനും അതിന്റെ ഇടയ്ക്ക് ഒരു ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ആകുന്നു. ഈ ഷിയർ സ്ട്രെസ് കാരണം ഫ്ലോയ്ക്ക് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ആൻഡ് ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് വിസ്കോസിറ്റി. സോ നമുക്ക് എന്താണ് വിസ്കോസിറ്റി ഒന്നുകൂടി ഡിഫൈൻ ചെയ്യാം. when two adjacent layers of fluid are in relative motion. ഓക്കെ, ഇപ്പൊ രണ്ട് അഡ്ജസന്റ് ലേയേഴ്സ് ആയിരിക്കണം, അടുത്തടുത്ത ലേയേഴ്സ്. when they are in motion, then they resist the motion of each other. രണ്ടിന്റെ മോഷൻ അവർ തമ്മിൽ റെസിസ്റ്റ് ചെയ്യും. ഇത് എന്തുകൊണ്ടാണ്? ഇറ്റ് ഇസ് ഡ്യൂ ടു ദ ഷിയർ സ്ട്രെസ് ഡെവലപ്പിംഗ് ഇൻ ബിറ്റ്വീൻ ദം. ആൻഡ് ദിസ് പ്രോപ്പർട്ടി ഓഫേർഡ് ബൈ ദ ഫ്ലൂയിഡ് ഇസ് നോൺ ആസ് വാട്ട്? ഇറ്റ് ഇസ് നോൺ ആസ് വിസ്കോസിറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോവാം. നമ്മളൊരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ, ഒരു ഒഴുകുന്ന ഒരു ഫ്ലൂയിഡിൽ നിന്ന് ഒരു കുറച്ച് കഷ്ണം കട്ട് ചെയ്ത് നമ്മളിവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, now we are taking 2 points A and B. ഇപ്പൊ ബി എന്ന് പറയുന്ന പോയിന്റ്, now the flow is happening in the rightward direction. ഈ ഡയറക്ഷനിലാണ് ഫ്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. now B is moving with a velocity equal to u. ബിയിൽ നിന്ന് ഒരു dy ഹൈറ്റിൽ അടുത്ത ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഉണ്ട് A. അപ്പൊ എയും ബിയും ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ആണ്. ബി എന്ന് പറയുന്ന പാർട്ടിക്കിൾ is moving with a velocity u. A എന്ന് പറയുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിൾ is moving with a velocity u plus du. എന്താണെങ്കിലും ബി യെക്കാളും കുറച്ചും കൂടി വെലോസിറ്റി കൂടുതലുണ്ട്. അപ്പൊ വി ആർ ഇൻക്ലൂഡിങ് പ്ലസ് ഡി യു ഓൾസോ. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ് ഇസ് ഡി വൈ. ഓക്കെ, ആഫ്റ്റർ ടൈം ഡി ടി, ഒരു ചെറിയ വെരി സ്മോൾ ടൈം ഇന്റർവെൽ ഡി ടി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബി എന്ന് പറയുന്നത് യു യൂണിറ്റ് സ്പീഡിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ബി ഡാഷ് വരുന്നത് ഇവിടം വരെ എത്തി. ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം, ആ സെയിം ടൈമിൽ തന്നെ എ പോകുന്നത് അതിനും കൂടിയ വെലോസിറ്റി അല്ല. അപ്പൊ എ കുറച്ചും കൂടി ദൂരം സഞ്ചരിക്കും, ശരിയല്ലേ? ഇപ്പൊ ബി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ ഒരു സ്കൂട്ടറിലാണ് പോകുന്നതെങ്കിൽ എ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ കാറിലാണ് പോകുന്നതെന്ന് ഓർത്താൽ മതി. അപ്പൊ എന്താ സംഭവിക്കുന്നത്? എ ആയിരിക്കും കുറച്ചധികം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത്, ബിക്കോസ് ഇറ്റ് ഇസ് ഹാവിംഗ് മോർ സ്പീഡ്. യു പ്ലസ് ഡി യു ആണ് അതിന്റെ വെലോസിറ്റി. അപ്പൊ എ ആൻഡ് ബി ഇനീഷ്യൽ പൊസിഷൻസും എ ഡാഷ് ആൻഡ് ബി ഡാഷ് ഫൈനൽ പൊസിഷൻസും ആണ്. ഓക്കെ, നമുക്ക് ഇനി പിക്ചർ ആയിട്ടൊന്ന് വരച്ചു വയ്ക്കാം. സോ വി ഹാവ് ഗോട്ട് എ ആൻഡ് ബി ഹിയർ. രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട്. Distance between these two particles is dy. Now fluid is moving in the rightward direction. dt time കഴിയുമ്പോഴത്തേക്കിനും എ എന്നുള്ളത് എ ഡാഷിലെത്തും, ബി എന്നുള്ളത് ബി ഡാഷിലെത്തും. ഓക്കെ, ഇനി എ ഡാഷും ബി ഡാഷും കൂടി നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ we'll be knowing that there is an angle of d theta between them. ഓക്കെ, അപ്പൊ എ ഡാഷും തമ്മിൽ ഒരു ഷിയർ ഫോഴ്സ് ആണ് ഉണ്ടായത്, ശരിയല്ലേ? നമ്മൾ പറഞ്ഞു രണ്ട് ലെയേഴ്സ് തമ്മിൽ രണ്ട് ലെയറുകൾക്കിടയിൽ ഷിയർ സ്ട്രെസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഷിയർ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? there will be shear strain also. So ഒരു ആംഗുലർ റൊട്ടേഷൻ ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം. സോ ഡിസ്റ്റൻസ് വിൽ ബി വെലോസിറ്റി ഇൻടു ടൈം. ഇനി വാട്ട് വിൽ ബി ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബി? ബി എന്തുമാത്രം ഡിസ്റ്റൻസ് ആയിരിക്കും ട്രാവൽ ചെയ്തത്? ബി ട്രാവൽ ചെയ്തത് ഈ ഡിസ്റ്റൻസ്. ഓക്കെ, അത് എത്രയായിരിക്കും? വെലോസിറ്റി ഓഫ് ബി ഇൻടു ടൈം ടേക്കൺ. സോ വെലോസിറ്റി ഓഫ് ബി ഈസ് യു. ഇതിന്റെ ടൈം എന്ന് പറയുന്നത് ഡി ടി ടൈമിലാണ് ഇവരെല്ലാവരും സഞ്ചരിച്ചിരിക്കുന്നത്. അപ്പൊ യു ഇൻറ്റു ഡി ടി. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ ബി ടു ബി ഡാഷ് എന്ന് പറയുന്നത് യു ഇൻറ്റു ഡി ടി നമുക്ക് മനസ്സിലായി.
What is the distance traveled by A? A എന്ന് പറയുന്ന സാധനം ഇത് ഇവിടം മുതൽ ഇവിടം വരെ സഞ്ചരിച്ചിട്ടുണ്ട്. Okay, so distance, as you know, it will be equal to velocity of A into time. Now, what is velocity of A? U plus du ആണ് velocity of A. അത് already നമ്മൾ define ചെയ്തിട്ടുണ്ട്. Into time is dt. അപ്പൊ u plus du into dt. നമ്മൾ ബ്രാക്കറ്റ് ഒക്കെ അഴിച്ചു മാറ്റി കളഞ്ഞ് എഴുതി കഴിയുമ്പോൾ we'll be getting u into dt plus du into dt. Okay. So if this is u into dt, this will be also u into dt. അപ്പൊ u into dt കഴിഞ്ഞു. പിന്നെ മിച്ചം എന്താ ഉള്ളത്? പ്ലസ് ഡി യു ഇൻറ്റു ഡി ടി ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ മുതൽ ഇവിടം വരെ ദ വാല്യൂ ഈസ് ഡി യു ഇൻറ്റു ഡി ടി നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ? യു ഇൻറ്റു ഡി ടി പ്ലസ് ഡി യു ഇൻറ്റു ഡി ടി. ബി എന്ന് പറയുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ? യു ഇൻറ്റു ഡി ടി. ഓക്കെ, നമുക്ക് ഇതിന്റെ ഈ ഒരു ട്രയാങ്കിൾ മാത്രം എടുക്കാം. ഓക്കെ, വി ആർ ടേക്കിംഗ് ദിസ് സ്മോൾ ട്രയാങ്കിൾ. ചെറിയ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സ്ലോപ്പ് എന്താണെന്ന് നോക്കാം. സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ടാൻ തീറ്റയാണ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് വിൽ ബി ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ദ അഡ്ജസന്റ് സൈഡ്. സോ ടാൻ ഇവിടെ തീറ്റ ഇസ് ഡി തീറ്റ. സോ ടാൻ ഡി തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ് ആംഗിൾ. ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. സോ ദാറ്റ് വിൽ ബി ഡി യു ഇൻറ്റു ഡി തീറ്റ. ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്, ഡി യു ഇൻറ്റു ഡി തീറ്റ ബൈ അഡ്ജസന്റ് സൈഡ്. അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. Okay, so what will be the adjacent side length? dy. നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ രണ്ട് പാർട്ടിക്കിൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ഈ adjacent side എന്ന് പറയുന്നത്. So that will be dy. ഇനി ഈ du dt എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ ക്വാണ്ടിറ്റീസ് ആണ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി തീറ്റയും വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പൊ ടാൻ ഡി തീറ്റയെ നമുക്ക് ഡി തീറ്റ ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്യാം. സിൻസ് ഇറ്റ് ഈസ് വെരി സ്മോൾ, ഡി തീറ്റ തീരെ ചെറിയൊരു ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ടാൻ ഡി തീറ്റയെ നമുക്ക് ഡി തീറ്റ ആയിട്ട് അസ്യൂം ചെയ്യാം. So d theta will be, നമ്മൾ റീറൈറ്റ് ചെയ്യാണ് ഇക്വേഷൻ. d theta will be du into dt divided by dy. ഇനി നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? d theta by dt is equal to du by dy എന്ന് കിട്ടി. ഓക്കെ, d theta by dt, ഈ dt എടുത്ത് ഇപ്പുറത്തോട്ട് ഇടുകയാണ് ചെയ്തത്. will be equal to du by dy. ഇനി എന്താണ് du by dy? എന്താണ് d theta by dt? യു എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്, ഡി യു എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്, വൈ എന്ന് പറയുന്നത് ആ ഡെപ്തിന്റെ ഡയറക്ഷനുള്ള ലെങ്ത് ആയിരുന്നു. അപ്പൊ ഡി വൈ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ, അത്രേ ഉള്ളൂ. ഇപ്പൊ ഡി യു ബൈ ഡി വൈ എന്ന് പറയുന്നത് എന്താണ്? ഡെപ്തിന്റെ ഡയറക്ഷനിൽ വെലോസിറ്റിയുടെ ചേഞ്ച് എത്രയാന്നുള്ളതാണ്. ശരിയല്ലേ? ഡെപ്തിന്റെ ഡയറക്ഷനിൽ വെലോസിറ്റിയുടെ ചേഞ്ച്, വൈ എന്ന് പറയുന്നത് അലോങ് ദ ഡെപ്ത്, ആ ഡെപ്തിന്റെ ഡയറക്ഷനുള്ള ഡയമെൻഷൻസ് ആണ്. യു എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ആണ്. സോ ഡി യു ബൈ ഡി വൈ വിൽ ബി ചേഞ്ച് in velocity with respect to the depth. അതിനാണ് നമ്മൾ വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് നോൺ ആസ് വെലോസിറ്റി ഗ്രേഡിയന്റ്. ഇനി ഡി തീറ്റ ബൈ ഡി ടി, ഏതൊരു ക്വാണ്ടിറ്റിയുടെ താഴെ ടി വന്നു കഴിഞ്ഞാലും ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് ചേഞ്ച്. ഓക്കെ, സോ ദിസ് ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വാട്ട്? തീറ്റ. തീറ്റയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. ഇനി തീറ്റ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ആംഗുലർ ഡിഫോർമേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും പറഞ്ഞു അതൊരു ഷിയർ സ്ട്രെയിൻ ആയിരുന്നു. ഷിയർ കൊണ്ടുണ്ടായ മൂവ്മെന്റ് ആണ്, അപ്പൊ ഒരു ഷിയർ സ്ട്രെയിൻ ആണ്. ശരിയല്ലേ? സോ ദിസ് വിൽ ബി റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ, ഓൾസോ നോൺ ആസ് റേറ്റ് ഓഫ് ആംഗുലർ ഡിഫോർമേഷൻ. അപ്പൊ നമ്മൾ ഇതെന്ത് എന്താണ് നമുക്ക് മനസ്സിലായത്? റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ആംഗുലർ ഡിഫോർമേഷൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? വെലോസിറ്റി ഗ്രേഡിയന്റിന് ഈക്വൽ ആണ് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത് സാധനമുണ്ട്. എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പറയുന്നത്? ഷിയർ സ്ട്രെസ് ആക്ടിങ് ഓൺ എ ഫ്ലൂയിഡ് ലെയർ. അപ്പൊ നമുക്കറിയാം ഒരു ഫ്ലൂയിഡിൽ മൾട്ടിപ്പിൾ ലെയേഴ്സ് ഉണ്ട്. അതിൽ രണ്ട് ലെയറുകൾ, നമ്മൾ രണ്ട് ലെയർ മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ രണ്ട് ലെയർ ഒഴുകുന്ന രണ്ട് സ്പീഡിലാണ്. ഓക്കെ, രണ്ട് വെലോസിറ്റിയിലാണ് ഒഴുകുന്നത്. ഈ രണ്ട് വെലോസിറ്റിയിൽ ഒഴുകുന്നതുകൊണ്ട് അതിന്റെ ഇടയ്ക്ക് ഒരു ഷിയർ സ്ട്രെസ് ഉണ്ടാവും. ഈ ഷിയർ സ്ട്രെസ് കാരണം ഒരു റെസിസ്റ്റൻസ് ടു ഫ്ലോ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഷിയർ സ്ട്രെസ് ആക്ടിങ് ഓൺ എ ഫ്ലൂയിഡ്, ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു നിർത്തിയ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ആംഗുലർ ഡിഫോർമേഷൻ. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പറയുന്നത്.
shear stress നമുക്ക് tau എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. So this tau will be directly proportional to rate of angular deformation. എന്താണ് rate of angular deformation? ഈ സാധനമാണ് rate of angular deformation. So that will be d theta by dt. Okay. പക്ഷെ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചു റേറ്റ് ഓഫ് ആംഗുലർ ഡിഫോർമേഷൻ ഇസ് സെയിം ആസ് വാട്ട് വെലോസിറ്റി ഗ്രേഡിയന്റ്. ഇത് രണ്ട് സെയിം ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ അതന്നെ അങ്ങനെ റീറൈറ്റ് ചെയ്യാണ്. ടോ വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി യു ബൈ ഡി വൈ. ഓക്കെ, നമുക്കിനി പ്രൊപ്പോർഷണാലിറ്റി കളയാനായിട്ട് വി ആർ ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് അനദർ ടേം ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനാണ് കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞത്. ഇത് നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കോയിഫിഷ്യന്റ് ആണ്, വിസ്കോസിറ്റിയുടെ ലോയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ദിസ് ഈസ് നോൺ ആസ് കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. പക്ഷെ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അബ്സല്യൂട്ട് വിസ്കോസിറ്റി ആൻഡ് ഇത് ഏറ്റവും പോപ്പുലർ ആയിട്ട് അറിയപ്പെടുന്നത് ഇറ്റ് ഈസ് നോൺ ആസ് ഡൈനാമിക് വിസ്കോസിറ്റി. ഇനി ഇപ്പൊ ഒരു ക്വസ്റ്റ്യനിൽ വാലും തലയൊന്നും ഇല്ലാതെ വെറുതെ വിസ്കോസിറ്റി എന്ന് തന്നു കഴിഞ്ഞാലും ഇറ്റ് ഈസ് ഡൈനാമിക് വിസ്കോസിറ്റി ഇറ്റ് സെൽഫ്. ഇപ്പൊ ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറയുന്നതിന് എന്തൊക്കെ ടേംസിൽ അറിയപ്പെടുന്നത്? കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്നറിയപ്പെടുന്നുണ്ട്, അബ്സല്യൂട്ട് വിസ്കോസിറ്റി എന്നറിയപ്പെടുന്നുണ്ട്, ഡൈനാമിക് വിസ്കോസിറ്റി ആൻഡ് സിംപ്ലി വിസ്കോസിറ്റി. ഒന്നുമില്ലാതെ വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ഡൈനാമിക് വിസ്കോസിറ്റി ഇറ്റ് സെൽഫ്. ഇപ്പൊ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പറയുന്നത് രണ്ട് ഫ്ലൂയിഡ് പാർട്ട്. അപ്പൊ നമ്മൾ ഇതുവരെ എന്താ നോക്കിയത്? You have got multiple layers in a fluid. അതിലെ രണ്ട് layers എടുത്തു കഴിഞ്ഞാൽ in between these two layers you have got a resistance because ഈ ലെയറുകളെല്ലാം പല പല വെലോസിറ്റിയിലാണ് പോകുന്നത്, ശരിയല്ലേ? ഈ വെലോസിറ്റി ചേഞ്ച് കാരണം രണ്ട് ലെയറുകൾക്കിടയിൽ ഒരു ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യും. ഈ ഷിയർ സ്ട്രെസ് കാരണം ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ഇനി ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്താ പറയുന്നത്? ഇപ്പൊ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു നിർത്തിയ ഷിയർ സ്ട്രെസ് ഉണ്ടല്ലോ, ഈ ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ആംഗുലർ ഡിഫോർമേഷൻ എന്നാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പറയുന്നത്. പക്ഷെ നമ്മൾ മാത്തമാറ്റിക്കലി നമ്മളൊരു കാര്യം കണ്ടുപിടിച്ചു, റേറ്റ് ഓഫ് ആംഗുലർ ഡിഫോർമേഷൻ എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന്. ഇതാണ് ദിസ് ഇസ് കോൾഡ് വെലോസിറ്റി ഗ്രേഡിയന്റ്. ഇപ്പൊ നമ്മൾ ആ ഇക്വേഷൻ അതുപോലെ റീറൈറ്റ് ചെയ്ത് പ്രൊപ്പോർഷണാലിറ്റി കളയാനായിട്ട് വി ഇൻട്രൊഡ്യൂസ് എ കോയിഫിഷ്യന്റ് കോൾഡ് കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഓർ അബ്സല്യൂട്ട് വിസ്കോസിറ്റി ഓർ ഡൈനാമിക് വിസ്കോസിറ്റി ഓർ സിംപ്ലി വിസ്കോസിറ്റി. This is called mu. Okay. ഇനി ഡൈനാമിക് വിസ്കോസിറ്റി അല്ലാതെ കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്ന ഒരു സാധനം കൂടിയുണ്ട്. ഓക്കെ, സോ വിൽ എക്സ്പ്ലെയിൻ വാട്ട് മോർ വിൽ ബി ഗോയിങ് ഇൻ ഡെപ്ത് അബൌട്ട് വാട്ട് ഡൈനാമിക് വിസ്കോസിറ്റി ഈസ്, വാട്ട് ഇസ് യൂണിറ്റ് ഇസ്. സോ ഡൈനാമിക് വിസ്കോസിറ്റി. ഓക്കെ, നമ്മളിപ്പോ തൊട്ട് മുമ്പ് എഴുതി നിർത്തി ടോ ഷിയർ സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഡൈനാമിക് വിസ്കോസിറ്റി ഇൻടു വെലോസിറ്റി ഗ്രേഡിയന്റ്. അല്ലെങ്കിൽ ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോ ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഗ്രേഡിയന്റ്. ഓക്കെ, ശരിയല്ലേ? ഇനി നമുക്ക് ഇതിന്റെ യൂണിറ്റ്സ് എങ്ങനെയാ വരുന്നത് നോക്കാം. ഇപ്പൊ ഡൈനാമിക് വിസ്കോസിറ്റി ഈസ് ഈക്വൽ ടു, ഇതെന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ആണ്. ദിസ് ഇസ് ഷിയർ സ്ട്രെസ്. നമുക്കറിയാം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. സ്ട്രെസ് എന്ന് പറയുന്നത് എപ്പോഴും ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആയിരിക്കും. ഇനി ഡി യു എന്താണ്? ഡി യു എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ തന്നെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ യു നോ ദാറ്റ് ഇറ്റ്സ് എ ലെങ്ത് ഡിവൈഡഡ് ബൈ ടൈം, ശരിയല്ലേ? ഡി വൈ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലീനിയർ ഡയമെൻഷൻ ആണ്. ഡി വൈയുടെ യൂണിറ്റ് എന്തായിരിക്കും? വിൽ ബി ഇൻ ടേംസ് ഓഫ് സെന്റിമീറ്ററോ മീറ്ററോ മില്ലിമീറ്റർ എന്നൊക്കെ പറഞ്ഞായിരിക്കും പറയുന്നത്. അപ്പൊ നമുക്ക് അത് ഒരു ലെങ്ത്തിന്റെ ഡയമെൻഷൻ എന്ന് പറയാം. സോ ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ change in velocity divided by change in linear dimension. Okay,
ഇനി ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് വിൽ ബി ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. നമ്മളിങ്ങനെ എഴുതി ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഇൻറ്റു. ഇനി ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഡിവൈഡഡ് ബൈ ടൈം. ലെങ്ത് ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, നമ്മൾ ഷിയർ സ്ട്രെസ് മാത്രമായിട്ട് ആദ്യം എടുത്ത് എഴുതി. പിന്നെ മിച്ചമുള്ള ടേംസ് എന്താണ്? ഇൻറ്റു 1 ബൈ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ലീനിയർ ഡയമെൻഷൻ ആണ്. അതാണ് 1 ബൈ എന്ന് എഴുതിയത്. ചേഞ്ച് ഇൻ വെലോസിറ്റി കഴിഞ്ഞു, ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ലീനിയർ ഡയമെൻഷൻ, ഇറ്റ് ഈസ് അഗെയിൻ ലെങ്ത്. ഓക്കെ, ഇനി ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ ഇപ്പൊ നമ്മളൊരു റെക്ടാംഗിളിന്റെ ഏരിയ പറഞ്ഞെങ്കിൽ ബി ഇൻറ്റു ഡി അല്ലെ മീറ്റർ സ്ക്വയർ. മീറ്റർ സ്ക്വയറിന്റെ ടേംസിലാണ് ഏരിയ പറയുന്നത്. സോ ദിസ് ഈസ് അഗെയിൻ ലെങ്ത്തിന്റെ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അത് ഒന്നുകൂടി റീറൈറ്റ് ചെയ്യാം. ഫോഴ്സ് ഡിവൈഡഡ് ബൈ ലെങ്ത് സ്ക്വയർ ഇൻറ്റു ഈ താഴെ കിടക്കുന്ന ലെങ്ത്തിനെ എടുത്ത് നമ്മൾ മുകളിലേക്ക് ഇടുക കേട്ടോ. ഈ സാധനത്തിന് നമ്മൾ എടുത്ത് ഇങ്ങോട്ടേക്ക് ഇട്ടു. ഇൻറ്റു ലെങ്ത് ഡിവൈഡഡ് ബൈ ലെങ്ത് ബൈ ടൈം. ഈ ലെങ്ത്തും തമ്മിൽ വെട്ടിക്കൂട്ടി കളഞ്ഞു. സോ വാട്ട് വിൽ ബി റിമൈനിങ്? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ലെങ്ത് സ്ക്വയർ ഉണ്ടാവും. ഇതും പോയി. പിന്നെ ഇവിടെ ഒരു 1 ബൈ ടൈം ഉണ്ട്. 1 ബൈ ടൈം മേളിലോട്ട് ചെല്ലുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ടൈം എന്നായി, ഡിവൈഡഡ് ബൈ ലെങ്ത് സ്ക്വയർ. ഇതാണ് ഡൈനാമിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ്. ഫോഴ്സ് ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ ലെങ്ത് സ്ക്വയർ. ഇനി നമുക്കിത് SI യൂണിറ്റിൽ എങ്ങനെയാണെന്ന് നോക്കാം. SI യൂണിറ്റിൽ ഡൈനാമിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് വിൽ ബി, ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂട്ടൺ. സോ റൈറ്റ് ഇറ്റ് ഹിയർ ഇൻ SI യൂണിറ്റ്. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? SI യൂണിറ്റ് ഇറ്റ് ഇസ് ന്യൂട്ടൺ. ടൈമിന്റെ സെക്കൻഡ്, പെർ ലെങ്ത്തിന്റെ മീറ്റർ. സോ ദാറ്റ് വിൽ ബി ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി ഇൻ MKS സിസ്റ്റം, MKS എന്ന് പറഞ്ഞാൽ മീറ്റർ കിലോഗ്രാം സെക്കൻഡ് സിസ്റ്റം, യൂണിറ്റ് വിൽ ബി വാട്ട്? ഫോഴ്സ് എന്ന് പറയുന്നത് കിലോഗ്രാം ഫോഴ്സ് ആണ് MKSൽ. ടൈം സെക്കൻഡ്സ് തന്നെയാണ്. ലെങ്ത് വിൽ ബി ഇൻ മീറ്റേഴ്സ്. സോ MKS എന്ന് പറയുന്നത് മീറ്റർ കിലോഗ്രാം സെക്കൻഡ് ആണ്. ഫോഴ്സ് വിൽ ബി ഇൻ കിലോഗ്രാം ഫോഴ്സ്. ടൈം എന്ന് പറയുന്നത് സെക്കൻഡ് തന്നെയാണ്. ലെങ്ത് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി വാട്ട് ഹാപ്പൻസ് ഇൻ CGS സിസ്റ്റം നോക്കാം. CGS സിസ്റ്റത്തിൽ CGS എന്ന് പറയുന്നത് എന്താണ്? സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് സിസ്റ്റം ആണ്. സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്. ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡൈൻ, 1 ഡൈൻ. ഓക്കെ, ഇൻറ്റു ടൈം എന്ന് പറയുന്നത് സെക്കൻഡിൽ, ഡിവൈഡഡ് ബൈ ലെങ്ത് എന്ന് പറയുന്നത് സെന്റിമീറ്റർ സ്ക്വയർ. സോ ദിസ് വിൽ ബി ദ യൂണിറ്റ് ഇൻ CGS സിസ്റ്റം. SI യൂണിറ്റിൽ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. MKSൽ കിലോഗ്രാം ഫോഴ്സ് ഇൻറ്റു സെക്കൻഡ്സ് പെർ മീറ്റർ സ്ക്വയർ ആണ്. CGSൽ ഡൈൻ ഇൻറ്റു സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് പറഞ്ഞാൽ 1 ഡൈൻ ഇൻറ്റു സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ നമ്മൾ CGS സിസ്റ്റത്തിൽ പറഞ്ഞ സാധനമാണ്, ശരിയല്ലേ? അപ്പൊ അതുകൂടി എഴുതി വെച്ചൊക്കെ CGS സിസ്റ്റം. This is equal to 1 voice. ഓക്കെ, ഡൈനാമിക് വിസ്കോസിറ്റി പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു പോർഷൻ ആണ് ഈ പോയിസുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്. ഒരു പോയിസ് എന്ന് പറയുന്നത് CGS യൂണിറ്റിൽ 1 ഡൈൻ സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. നമുക്കൊരു പോയിസിനെ ഒന്നുകൂടി എടുത്തിട്ട് അനലൈസ് ചെയ്യാം. 1 ഡൈൻ എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. സോ വി നോ ദാറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. മാസ് എന്ന് പറയുന്നത് CGSൽ C സെന്റിമീറ്റർ, G ഇസ് ഗ്രാം. അപ്പൊ മാസ് എന്ന് പറയുന്നത് ഗ്രാം ആയിരിക്കും. ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം സ്ക്വയർ. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെന്റിമീറ്ററിൽ, ടൈം എന്ന് പറയുന്നത് സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, സോ ദിസ് വിൽ ബി 1 ഡൈൻ, 1 gram centimeter per second square into second divided by centimeter square. സെക്കൻഡ് സെന്റിമീറ്റർ സ്ക്വയർ ഒക്കെ ഓൾറെഡി ഇവിടെ ഉണ്ട്. നമ്മൾ ഒരു സെന്റിമീറ്ററും കട്ട് ചെയ്ത് കളഞ്ഞു, ഒരു എസും കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പൊ മിച്ചം എന്താണുള്ളത്? 1 gram divided by centimeter seconds.
ഒരു സെന്റിമീറ്ററും പോയി, ഒരു സെക്കൻഡും പോയി. അപ്പോൾ 1 gram per centimeter second. ഇനി നമുക്കറിയാം 1 gram എന്ന് പറയുന്നത്, അല്ലെ 1 kilogram എന്ന് പറയുന്നത് എത്രയാണ്? 1000 grams ആണ്. അല്ലെ 1 gram എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 10⁻³ kilograms ആയിരിക്കും. ഓക്കെ. ഇനി 1 meter എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്ററാ? 100 centimeter ആണ്. 1 centimeter എന്ന് പറയുന്നത് എത്ര മീറ്റർ ആയിരിക്കും? 10⁻² meter ആയിരിക്കും. അതെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യാണ്. 10⁻³ kilograms ആയി, സെന്റിമീറ്റർ 10⁻² meter ആയി ഇൻറ്റു സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് ഈ 10⁻² മേളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബിക്കം 10⁻⁻1 kilogram per meter seconds. ഓക്കെ. അപ്പോൾ ഈ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് 1 dyne into second per centimeter square ആണ്. അത് തന്നെയാണ് ഒരു പോയിസ്, ശരിയല്ലേ? അപ്പോൾ 1 പോയിസ് വിൽ ബി ഈക്വൽ ടു 10⁻⁻1 എന്ന് പറഞ്ഞാൽ 0.1 kilogram per meter second. That is also equal to 0.1 Newton second per meter square. അപ്പം SI യൂണിറ്റിന്റെയും CGS യൂണിറ്റിന്റെ കൺവേർഷൻ എങ്ങനെയാണ്? CGS യൂണിറ്റിൽ നമ്മൾ ഒരു പോയിസ് എന്ന് പറയും. CGS യൂണിറ്റിലാണ് നമ്മൾ 1 dyne into second per centimeter square എന്ന് പറയുന്നത്. അതിന് തന്നെയാണ് നമ്മൾ ഒരു പോയിസ് എന്ന് പറയുന്നത്. 1 പോയിസ് will be equal to 0.1 Newton second per meter square, which is an SI unit. So this thing is very, very important. Okay. Ini, what is next? Next is kinematic viscosity. Kinematic viscosity nu എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. Now what is kinematic viscosity? Kinematic viscosity nu is equal to 1 by mass density times dynamic viscosity. Dynamic viscosity, mass density. 1 by mass density times dynamic viscosity ആണ് എന്ത്? Kinematic viscosity എന്ന് പറയുന്നത്. mu എന്ന് പറയുന്നത് dynamic viscosity ആണ്. Rho is mass density. നമുക്കറിയാം മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആയിരിക്കും. അത് അത്ര കാര്യങ്ങൾ നമുക്കറിയാം. നമുക്ക് ഇതിന്റെ യൂണിറ്റ്സ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞു നിർത്തി ഡൈനാമിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഇപ്പൊ ന്യൂട്ടൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫോഴ്സ് ക്വാണ്ടിറ്റി. ഫോഴ്സ് ഇൻറ്റു സെക്കൻഡ് എന്ന് പറയുന്ന ടൈം ആണ്. പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ലെങ്ത് ആണ്. ഇൻറ്റു ലെങ്ത് സ്ക്വയർ ഇൻറ്റു 1 by rho. റോ എന്ന് പറയുന്നത് മാസ് ഡെൻസിറ്റി. മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ഡിവൈഡഡ് ബൈ വോളിയം. മാസ് നമുക്ക് മാസ് എന്ന് തന്നെ ആയിട്ട് എഴുതാം. 1 by മാസ് ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ ക്യൂബിലാണ് നമ്മൾ വോളിയം ഡിനോട്ട് ചെയ്യുന്നത്. സോ വോളിയം വിൽ ബി ലെങ്ത് ക്യൂബ്. ഡയമെൻഷൻസ് എഴുതുമ്പം വോളിയം വിൽ ബി ലെങ്ത് ക്യൂബ്. ഓക്കെ. ഇനി ദിസ് വിൽ ബി ഫോഴ്സ് into time divided by, ഇവിടെ ഒരു ലെങ്ത് സ്ക്വയർ ഉണ്ട്, ഇവിടെ ലെങ്ത് ക്യൂബ് ഉണ്ട്. അതെല്ലാം വെട്ടി കഴിയുമ്പോഴത്തേക്കും that will become mass divided by length. ഇനി ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോഴ്സ് എന്ന് പറയുന്നത് F is equal to mass into acceleration. നമുക്കറിയാം. ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? So this will be mass into acceleration എന്ന് പറയുന്നത് distance which is length divided by time square. Meter per second സ്ക്വയറിലാണ് നമ്മൾ ആക്സലറേഷൻ പറയുന്നത്. സോ ദാറ്റ് വിൽ ബി ലെങ്ത് ബൈ ടൈം സ്ക്വയർ. നമ്മൾ ഫോഴ്സ് ഒന്നും കൂടി എടുത്തതാണ് മാസ് ഇൻറ്റു ലെങ്ത് ബൈ ടൈം സ്ക്വയർ. അതാണ് ഫോഴ്സ് ഇൻറ്റു ടൈം. നേരത്തെ ഉള്ള സാധനങ്ങളെല്ലാം ഒന്നും കൂടി എഴുതാണ്. ഡിവൈഡഡ് ബൈ മാസ് ഡിവൈഡഡ് ബൈ ലെങ്ത്. ഓക്കെ. ഇപ്പൊ മേളിലും താഴെ മാസ് ഉണ്ട്, രണ്ടും വെട്ടിക്കളയ. മേളിലും താഴെയും ഈ താഴെയുള്ള ലെങ്ത് വിൽ ഗോ ടു ദ ടോപ്പ്. മാസ് ഡിവൈഡഡ് ബൈ ലെങ്ത് ആണ്. അപ്പൊ ഈ സാധനം മേളിലോട്ട് പോകും. അപ്പൊ ഇവിടെ എന്തായി? ലെങ്ത് സ്ക്വയർ ആയി. അപ്പൊ മാസം വെട്ടിപ്പോയി, ടൈം സ്ക്വയറും വെട്ടിപ്പോയി. സോ വാട്ട് വിൽ ബി റിമൈനിങ് ദർ? ലെങ്ത് മേളിലോട്ട് വന്നു, ലെങ്ത് സ്ക്വയർ ഡിവൈഡഡ് ബൈ ടൈം ഇസ് റിമൈനിങ് ദർ.
So this is the unit of kinematic viscosity. Kinematic viscosity എന്ന് പറയുന്നത് എന്താണ്? 1 by mass density times dynamic viscosity ആണ്. അതിന്റെ യൂണിറ്റ് എന്താണ്? ഡയമെൻഷൻ വിൽ ബി ലെങ്ത് സ്ക്വയർ ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, ഇനി SI യൂണിറ്റിൽ എങ്ങനെയാന്ന് നോക്കാം. സോ ഇൻ SI യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് മീറ്റർ. സോ ലെങ്ത് സ്ക്വയർ വിൽ ബി മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടൈം വിൽ ബി സെക്കൻഡ്സ്. ഓക്കെ, ഇനി CGS സിസ്റ്റത്തിൽ എങ്ങനെയാന്ന് നോക്കാം. CGS എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്. സോ ലെങ്ത് വിൽ ബി ഇൻ സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ്. ഈ CGS സിസ്റ്റത്തിൽ ഈ സാധനത്തിന് നമ്മൾ 1 സ്റ്റോക്ക് എന്ന് പറയും. ഓക്കെ, 1 സ്റ്റോക്ക്. അപ്പൊ 1 സ്റ്റോക്ക് എങ്ങനെയാ? 1 സ്റ്റോക്ക് വിൽ ബി ഈക്വൽ ടു 1 സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഒരു സെന്റിമീറ്റർ എന്ന് പറയുന്നത് അല്ലെ ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. അല്ല, ഒരു സെന്റിമീറ്റർ എന്ന് പറയുന്നത് 10⁻⁻2 meters ആണ്. ഇനി ഒരു സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻⁻2 meter the whole square ആണ്. So that will become 10⁻⁻4 meter square. Okay, നമ്മൾ ഇവിടെ കൊണ്ട് എഴുതുകയാണ്. So this will become 10⁻⁻4 meter square per second. 1 സ്റ്റോക്ക് എന്ന് പറയുന്നത് SI യൂണിറ്റിൽ 10⁻⁻4 meter square per second ആണ്. So this is also very important. അപ്പൊ നമ്മൾ കൈനമാറ്റിക് വിസ്കോസിറ്റി പറഞ്ഞു, ഡൈനാമിക് വിസ്കോസിറ്റി പറഞ്ഞു. ഡൈനാമിക് വിസ്കോസിറ്റിയിൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് 1 പോയിസ് which is equal to 0.1 Newton second per meter square. Kinematic viscosity it is 1 stock which is equal to 10⁻⁻4 meter square per second. ഈ സ്റ്റോക്കും പോയിസിനെയും റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് സാധാരണയായിട്ട് PSCയിൽ ചോദിക്കാറുള്ളതാണ്. അത് രണ്ടും തമ്മിൽ മാറിപ്പോരുത്. ഡൈനാമിക് പോയിസ് ഡൈനാമിക് പോ ഡൈ. കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെയാണ് സ്റ്റോക്കും. ഓക്കെ, so with this we'll go to some of the previous year Kerala PSC questions. Okay, now 2008 ചോദിച്ചിരുന്ന ചോദ്യമാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്താണ് പറയുന്നത് എന്നുള്ളത്. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് ഷിയർ സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി. വെലോസിറ്റി അല്ല. എന്താണ് ശരിക്കും ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പറയുന്നത്? ഷിയർ സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ആംഗുലർ ഡിഫോർമേഷൻ. ഇതാണ് ന്യൂട്ടൺസ് ലോ പറയുന്നത്. പക്ഷെ നമുക്കറിയാം dθ/dt എന്ന് പറയുന്നത് വെലോസിറ്റി ഗ്രേഡിയന്റ് തന്നെയാണെന്ന് നമുക്കറിയാം. സോ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് ഷിയർ സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഒന്നുകിൽ ആംഗുലർ ഡിഫോർമേഷൻ അല്ലെങ്കിൽ വെലോസിറ്റി ഗ്രേഡിയന്റ്. ഇതിൽ ഏതെങ്കിലും ഉത്തരം ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. വെലോസിറ്റി അല്ല, ബി ഓപ്ഷൻ നോക്കിയാൽ വെലോസിറ്റി ഗ്രേഡിയന്റ്, അത് ശരിയാണ്. സി ഷിയർ സ്ട്രെയിൻ അല്ല, റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ആണ് നമുക്ക് വേണ്ടത്. ഷിയർ സ്ട്രെയിൻ കണ്ട് ഒരിക്കലും മാർക്ക് ചെയ്യരുത്. ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ തീറ്റ മാത്രമേ ആയുള്ളൂ. റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ആണ് dθ/dt. Viscosity alla. So what will be your answer? Your answer will be B. Shear stress is directly proportional to velocity gradient. നമുക്ക് ഒന്നുകൂടി നോക്കാം. Newton's law of viscosity എന്ന് പറയുന്നത് എന്താണ്? Newton's law of viscosity states that shear stress between two layers will be directly proportional to rate of angular deformation. But we know that angular deformation is equal to velocity gradient. Therefore, shear stress is also proportional to velocity gradient. Okay. ഇനി 2008 തന്നെ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. അതെന്താ? ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി റിലേറ്റ്സ് ഇൻ എ ഫ്ലൂയിഡ്. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്തിനൊക്കെ തമ്മിലാണ് റിലേറ്റ് ചെയ്യുന്നത്? മാസ് ആക്സലറേഷൻ ഫോഴ്സ്. നമുക്ക് ആദ്യം തന്നെ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്താണെന്ന് എഴുതിയിടാം. ഈക്വൽ ടു ഡൈനാമിക് വിസ്കോസിറ്റി ഇൻറ്റു വെലോസിറ്റി ഗ്രേഡിയന്റ്, അല്ലെങ്കിൽ ദിസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു du/dy velocity gradient, but this is also directly proportional to rate of angular deformation. ഇത്രയും സാധനങ്ങൾ നമുക്ക് അറിയാവുന്നത്. ഓക്കെ, മാസ് ആക്സലറേഷൻ ഫോഴ്സ് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മൊമെന്റം ആൻഡ് ഫോഴ്സ് യാതൊരു ബന്ധവുമില്ല. ലാസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ പ്രഷർ വെലോസിറ്റി വിസ്കോസിറ്റി, പ്രഷറുമായിട്ട് ഇതിന് ഒരു ബന്ധവേ ഇല്ല. ഓപ്ഷൻ സി ഷിയർ സ്ട്രെസ്, ശരിയാ. ടോ എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ആണ്. റേറ്റ് ഓഫ് ആംഗുലർ ഡിഫോർമേഷൻ dθ/dt എന്ന് പറയുന്നത് ആംഗുലർ ഡിഫോർമേഷൻ ആണ്. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്തൊക്കെ തമ്മിലാണ് റിലേറ്റ് ചെയ്യുന്നത്? ഇറ്റ് റിലേറ്റ്സ് ഓപ്ഷൻ സി ഷിയർ സ്ട്രെസ് ആൻഡ് റേറ്റ് ഓഫ് ആംഗുലർ ഡിഫോർമേഷൻ. ഓക്കെ, നൗ 2011-ലും 2015-ലും ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് പോയിസ് ഇസ് ദ യൂണിറ്റ് ഓഫ് വാട്ട്. നമ്മൾ പറഞ്ഞു പോയിസ് എന്ന് പറയുന്നത് ഡൈനാമിക് വിസ്കോസിറ്റി ആണ്. പോഡൈ എന്ന് ഓർത്താൽ മതി. പോഡൈ. സ്റ്റോക്ക് എന്ന് പറയുന്നതാണ് കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ. ഓക്കെ, രണ്ടിൽ ഓരോ കെയും ഉണ്ട്. അങ്ങനെയൊക്കെ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ പോയിസ് ഇസ് ദ യൂണിറ്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി.
പോയിസ് ഇസ് എ യൂണിറ്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി. ഇനി ഈ ഡൈനാമിക് വിസ്കോസിറ്റിയെ തന്നെ നമ്മൾ എന്തെന്നൊക്കെ വിളിക്കും? അബ്സല്യൂട്ട് വിസ്കോസിറ്റി എന്ന് വിളിക്കും, കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് വിളിക്കും, പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ വാലും തലയൊന്നും ഇല്ലാതെ വെറുതെ വിസ്കോസിറ്റി എന്നും വിളിക്കും. ഇതെല്ലാം ഒരേ ആളാണ്. കൈനമാറ്റിക് വിസ്കോസിറ്റിക്ക് മാത്രം വേറെ വെളിപ്പേരുകളൊന്നുമില്ല. കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് മാത്രമാണ് വിളിക്കുന്നത്. പക്ഷെ ഡൈനാമിക് വിസ്കോസിറ്റിക്ക് അബ്സല്യൂട്ട്, കോയിഫിഷ്യന്റ്, ഇനി ഇതൊന്നും ഇല്ലാതെ വാലും തലയൊന്നും ഇല്ലാതെ വെറുതെ വിസ്കോസിറ്റി എന്നും പറയും. അപ്പൊ പോയിസ് ഇസ് എ യൂണിറ്റ് ഓഫ് viscosity, mass density, kinematic viscosity, velocity gradient. So what will be the option? Will be the unit of viscosity. Okay. Now one stock is equal to stock എന്ന് പറഞ്ഞാൽ എന്താണ്? One stock is kinematic viscosity in CGS സിസ്റ്റത്തിലെ കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ് വൺ സ്റ്റോക്ക് എന്ന് പറയുന്നത്, which is equal to നമ്മൾ കുറച്ച് മുമ്പ് കണ്ടുപിടിച്ചതുള്ളൂ 10⁻⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. കൈനമാറ്റിക് വിസ്കോസിറ്റിയിലാണ് വൺ സ്റ്റോക്കിനെ കുറിച്ച് പറയുന്നത്. വൺ സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 10⁻⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. Okay, so the option will be, അല്ലെങ്കിൽ the correct answer will be option D. So now we'll go to another question. The question is 2013 ചോദിച്ചതാണ്, കൈനമാറ്റിക് വിസ്കോസിറ്റി ഓഫ് an oil whose specific gravity and viscosity are 0.85 and 0.011 poises. കണ്ടുപിടിക്കേണ്ടത് കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ്. കൈനമാറ്റിക് വിസ്കോസിറ്റി നമുക്കറിയാം, കൈനമാറ്റിക് വിസ്കോസിറ്റി ഈസ് ഈക്വൽ ടു ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ മാസ് ഡെൻസിറ്റി. എന്തൊക്കെ തന്നിരിക്കുന്നത്? സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡെൻസിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. അത് എത്രയാണ് തന്നിരിക്കുന്നത്? 0.85 ആണ് തന്നിട്ടുണ്ട്. Now what is given? വിസ്കോസിറ്റി. വിസ്കോസിറ്റി എന്ന് ചുമ്മാ തന്നു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഡൈനാമിക് വിസ്കോസിറ്റി. ഡൈനാമിക് വിസ്കോസിറ്റി ഈസ് ഗിവൺ as 0.011 പോയിസ്. അപ്പൊ പോയിസിലാണ് തന്നിരിക്കുന്നത്. പോയിസ് എന്ന് പറഞ്ഞ ഏത് സിസ്റ്റത്തിലുള്ളതാണ്? CGS സിസ്റ്റം ആണ്. ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ ഏതാ യൂണിറ്റ്സ് എന്ന് ആദ്യം തന്നെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 0.85 ആണ്. വിസ്കോസിറ്റി എന്ന് പറയുന്നത് 0.011 പോയിസ് ആണ്. അത് CGS സിസ്റ്റത്തിൽ. സ്പെസിഫിക് ഗ്രാവിറ്റി 0.85 തന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഡെൻസിറ്റി വേണം. ഈ കൈനമാറ്റിക് വിസ്കോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഡെൻസിറ്റി വേണം. ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് ഡെൻസിറ്റി? ഡെൻസിറ്റി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0.85 ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാ? നമ്മളിവിടെ പറയുന്നതെല്ലാം CGS സിസ്റ്റത്തില്, സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് സിസ്റ്റത്തില്. ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻ CGS സിസ്റ്റം ഇസ് 1 gram per cc. ഓക്കെ, ഇറ്റ് ഇസ് 1 gram per cc. അപ്പൊ നമുക്ക് ഡെൻസിറ്റി കിട്ടി. എത്രയെന്ന് കിട്ടിയത്? 0.85 ഇൻറ്റു 1 എന്ന് കിട്ടി. ഇനി കൈനമാറ്റിക് വിസ്കോസിറ്റി ഈസ് ഈക്വൽ ടു ഡൈനാമിക് വിസ്കോസിറ്റി 0.011 ഡിവൈഡഡ് ബൈ മാസ് ഡെൻസിറ്റി ഈസ് 0.85 ഇൻറ്റു 1. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ as 0.0129. ഇത് ഏത് യൂണിറ്റിലാണ് കിട്ടിയിരിക്കുന്നത്? കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് മൊത്തം CGS-ലാണ് എന്ന് പറയുമ്പോൾ ദ യൂണിറ്റ് വിൽ ബി സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഹിയർ സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. കൈനമാറ്റിക് വെലോസിറ്റിയുടെ യൂണിറ്റ്, നമുക്ക് കൈനമാറ്റിക് വെലോസിറ്റിയുടെ ആൻസർ 0.0129 സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. പക്ഷെ ഇത് ചോദിച്ച ഉത്തരങ്ങൾ തന്നേക്കുന്ന ഓപ്ഷൻസ് എല്ലാം സ്റ്റോക്കിലാണ്. ഓക്കെ, സോ വാട്ട് ഇസ് വൺ സ്റ്റോക്ക്? പറയാം, വൺ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 10⁻⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് ഇതിനെ ഇനി മീറ്റർ സ്ക്വയറിലോട്ട് മാറ്റാം. സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് എങ്ങനെയാണ് മാറ്റുന്നത്? 1 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു 10⁻⁻2 മീറ്റർ, അല്ലെ 1 സെന്റിമീറ്റർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 10⁻⁻4 മീറ്റർ സ്ക്വയർ. ഓക്കെ, 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻2 മീറ്റർ ആണ്. 1 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10⁻⁻4 മീറ്റർ സ്ക്വയർ ആണ്. So this will be 0.0129 into 10⁻⁻4 meter square per second. So this will be, ഇത്രയും സാധനം എന്താണ്? 10⁻⁻4 meter square per second എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോക്ക് ആണ്. So this will be 0.129 stock. So kinematic velocity answer എത്രയാ? 0.0129. Stock option is D. So the correct answer is D. Okay, thank you.